നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയം തൊട്ടറിയാമെന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൃഷിയുടെ മഹത്വം അറിയിച്ച് കർഷക ദിനം ആചരിച്ചു. വിവിധയിടങ്ങളിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നെടുങ്കണ്ടത്ത് റോഡിന്റെ സമീപത്തേക്ക് കൂറ്റൻ പാറ ഉരുണ്ടു വീണു. റോഡരികിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ പറ്റി. സംസ്ഥാന പാതയിൽ BEd കോളേജിന് സമീപമാണ് സംഭവം. ഒഴിവായത് വൻ ദുരന്തം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ഞെന്ന നോവൽ MD വാസുദേവൻ നായരുടെ ഭാവകാവ്യം എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മൂലമറ്റം അക്വാട്ടിക് സെന്ററിൽ നിന്നും നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പരിപാടിയിൽ ത്രിവേണി സംഗമത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർക്ക് മൂലമറ്റം അക്വാട്ടിക് സെന്ററിന്റെ ജീവൻ രക്ഷാ പുരസ്കാരം നൽകി. വാർത്തകൾ വിശദമായി. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയം തൊട്ടറിയാമെന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. DYSP സാബു PK, ഇൻസ്പെക്ടർ മഹേഷ് കുമാർ S, PRO ബിജു VA എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ SC/ST കമ്മിറ്റി അംഗങ്ങളും വ്യാപാരി വ്യവസായികളും മാധ്യമ പ്രവർത്തകരും പോലീസ് കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്യു എബ്രഹാം ക്ലാസ് നയിച്ചു. നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ കയറി ലിവറിൽ വരും. ലിവറിലെത്തിയിട്ട് ഇത് ഈ പല ടൈപ്പ് ഓഫ് കൊളസ്ട്രോളായിട്ട് മാനുഫാക്ചർ. ഈ XD എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു വെസലിൻ്റെ വോള് കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായി കാണുക. XD എന്ന് പറഞ്ഞ ഈ കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ ഈ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്ന കൊളസ്ട്രോളാണ്. സോ XD എന്ന് പറയുമ്പോൾ ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്ന കൊളസ്ട്രോൾ വരുമ്പോൾ ഡിപ്പോസിഷൻ അതിൻ്റെ ബ്ലോക്കേജ് വെസലുണ്ട്. സോ നമുക്ക് ഈ XD എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്ന നല്ല കൊളസ്ട്രോളൊക്കെ. സോ ഇത് നമ്മുടെ നോർമൽ ലെവൽസ് ഓഫ് കൊളസ്ട്രോൾ കാണിക്കുന്ന സിറ്റുവേഷൻ ആണ്. കൊളസ്ട്രോൾ എല്ലാവർക്കും ഇരുന്നൂറ് താഴെ വേണം. LDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ നമുക്ക് 120 താഴെ. XD എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ മോർ ദൻ 40 വേണം. പിന്നെ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞു മേജർ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് സ്മോക്കിംഗ്, ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ പാരമ്പര്യമായിട്ടില്ല. 2 റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക്, ബൈപ്പാസോ സ്ട്രോക്കോ കഴിഞ്ഞവർക്ക് കൊളസ്ട്രോൾ 150 താഴെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ LDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ഉണ്ട്. LDL നമുക്ക് 2 റിസ്ക്, ഡയബറ്റീസും പ്രഷറോ കൊളസ്ട്രോളോ ഇങ്ങനെ 2 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ LDL 130 ആണെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ആൻജിയോപ്ലാസ്റ്റിയോ സ്ട്രോക്ക് കഴിഞ്ഞാൽ LDL 55 താഴെ വയ്ക്കണം. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് LDL 70 കാലത്തിൽ നമുക്ക് രണ്ടാമത് റിസൾട്ട് വരാതിരിക്കും. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന കർഷക ദിനം പ്രസിഡന്റ് ശ്രീ ബിജു MA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജീവ് ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന കർഷക ദിനാചരണം പ്രസിഡന്റ് ശ്രീ ബിജു MA ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 17 ചിങ്ങം 1 നമ്മുടെ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മൾ നല്ല കർഷകരെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ നാടിന് തന്നെ ഒരു അഭിമാനമാണ്. കർഷകരെ സംബന്ധിച്ച് അവർ ഏത് രീതിയിലാണ് നമ്മുടെ മുൻ കാരണന്മാർ നല്ല രീതിയിൽ കൃഷി ഇടങ്ങൾ ചെയ്ത് വരികയുണ്ടായി. അവരുടെ തലമുറകൾ പകർന്ന് മക്കളായ നമ്മളെല്ലാവരും ആ കൃഷി ഏത് രീതിയിലാണ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് അത് പ്രതിപാദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ
കർഷകർ എന്ന് പറയുമ്പോൾ മണ്ണ് എന്താണെന്ന് നല്ല രീതിയിൽ അറിയാവുന്നതും കൃഷി എന്താണ് എന്ന് അറിയാവുന്നതും അതുപോലെ ഏത് രീതിയിലാണ് അത് പ്രതിപാദിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് ആധിപത്യമായി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ അവതരിപ്പിച്ചു. എന്തായാലും നമ്മുടെ ഈ നല്ല കർഷകർ നല്ല കർഷകരായി അവർ മുന്നോട്ട് വരണം. ഇനിയും മുന്നോട്ട് അവരുടെ ജീവിതങ്ങൾ നല്ല കൃഷിക്കാരായി മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ രാജീവ് ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ണപ്പുറം പഞ്ചായത്ത് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. കാലാവസ്ഥാ മാറ്റവും വിപണിയിലെ അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളെയും തരണം ചെയ്ത് മികച്ച രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയ കർഷകരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ഫലകവും പൊന്നാടിയും സാക്ഷ്യപത്രവും നൽകി ആദരിച്ചു. കാർഷിക മേഖലയിൽ വിജയിക്കുന്നതിനായി വന്യജീവി ശല്യത്തിന് കാര്യക്ഷമമായ പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മികച്ച മുതിർന്ന കർഷകൻ ഷാജിമോൻ ടി ജോൺ തെള്ളിയാങ്കൽ, മികച്ച സമ്മിശ്ര ജൈവ കർഷകൻ ബോബൻ തോമസ് വെട്ടുകല്ലും പുറത്ത്, മികച്ച നെൽകർഷകൻ ശ്രീ ഐസൻ ജോർജ് പേപ്പതിയിൽ, മികച്ച വനിതാ കർഷക സലോമി സാജു ചിറ്റേത്തുകുടിയിൽ, മികച്ച SC/ST കർഷകൻ ജയേഷ് രവി പുറക്കാട്ട്, മികച്ച ക്ഷീര കർഷക ശാന്തശേഖരൻ നടുക്കുടിയിൽ, മികച്ച കർഷക തൊഴിലാളി പൈലി വർഗീസ് ചെങ്ങമനാട്, മികച്ച യുവ കർഷകൻ അരവിന്ദ് ജോൺ പാലിയത്ത്, മികച്ച വിദ്യാർത്ഥി കർഷക ക്ലയർ ഐസൻ പേപ്പതിയിൽ എന്നിവർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. യോഗത്തിൽ വണ്ണപ്പുറം കൃഷി ഓഫീസർ ശ്രീ അഭിജിത്ത് PS സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തോമസ് മാത്യു നന്ദിയും പ്രകാശിപ്പിച്ചു. തുടർന്ന് കാർഷിക സംസ്കാരം ഉണർത്തുന്ന കൊയ്ത്തുപാട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ അവതരിപ്പിച്ചു. നെടുങ്കണ്ടത്ത് റോഡിന് സമീപത്തേക്ക് കൂറ്റൻ പാറ ഉരുണ്ടുവീണു. റോഡരികിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ പറ്റി. സംസ്ഥാന പാതയിൽ BEd കോളേജിന് സമീപമാണ് സംഭവം. ഒഴിവായത് വൻ ദുരന്തം. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. BEd കോളേജിന് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ വലിയ പാറക്കല്ല് നിരങ്ങി റോഡിന് സമീപത്തേക്ക് പതിക്കുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന ഓട്ടോയുടെ പിൻഭാഗത്ത് ഇടിച്ചാണ് കല്ല് നിന്നത്. ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോളേജ്, KSRTC ഗ്യാരേജ്, പെട്രോൾ പമ്പ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് അപകടം നടന്നത്. സംഭവ സമയം നിരവധി വാഹനങ്ങളും സമീപ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്നു. ഓട്ടോയ്ക്കല്ലാതെ മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്നാണ് കല്ല് ഉരുണ്ടു വീണത്. സമീപത്ത് നിരവധി കല്ലുകൾ അപകട ഭീഷണി ഉയർത്തി സമാനമായ സാഹചര്യത്തിൽ നിൽപ്പുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ഞ് എന്ന നോവൽ MD വാസുദേവൻ നായരുടെ ഭാവകാവ്യം എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഭം കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല സാഹിത്യ ശില്പശാല മഞ്ഞ് എന്ന നോവൽ MD വാസുദേവൻ നായരുടെ ഭാവകാവ്യം എന്ന വിഷയത്തിൽ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്തുനിന്ന് വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്നവർ മാത്രമേ പത്രം വായിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് പത്രം വായിക്കാൻ ഞാൻ പറയുന്നില്ല, മലയാള പത്രം എല്ലാവരും എല്ലാ ദിവസവും വായിക്കണം. രാവിലെ വീട്ടിൽ പത്രമില്ല, പോട്ടെ, എല്ലാ വീട്ടിലും പത്രം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്കൂളിൽ വരുമ്പോൾ പത്രമില്ലേ? എന്താ സ്കൂളിൽ ഒരു പത്രങ്ങളും ഇല്ലാതിരിക്കില്ല, സ്കൂളിൽ പത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി 5ാം ക്ലാസ്സിലെ കുട്ടി മുതൽ പത്രം വായിച്ച് മുന്നോട്ട് പോയാലുണ്ടല്ലോ, നിങ്ങളെ പഠിപ്പിക്കുന്ന ഏത് മിടുക്കരായ അധ്യാപകരെക്കാൾ നല്ല മിടുക്കരായി നിങ്ങൾ മാറും. സ്കൂൾ മാനേജർ റവർ ഫാദർ മാത്യു കൊച്ചുമുണ്ടമ്മലയിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഭം കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ വിവിഷ് V റോൾഡൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു T ഫ്രാൻസിസ്, അധ്യാപകരായ സിനി ട്രീസ ജോൺ, ഗോപകുമാർ, മുരളീധരൻ, ഷിറിൻ ആന്റണി, P അനില മാർട്ടിൻ, PTA പ്രസിഡന്റ് CV ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിദ്യാരംഭം കലാസാഹിത്യവേദി സബ് ജില്ലാതല വാക്മയം പരീക്ഷയിൽ LP, UP, HSS തല പരീക്ഷകളിൽ മലയാള ഭാഷാ മികവിൽ മാറ്റിവരയ്ക്കാനായി സബ് ജില്ലയിലെ 100-ലധികം സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപണിയിൽ ഇറക്കുന്ന ഉടുമ്പന്നൂർ ഹണിയുടെ വിപണനോദ്ഘാടനവും നടത്തി. വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസിഡന്റ് M ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
ജൈവ തേൻ ഗ്രാമം എന്ന ഖ്യാതി നേടിയ ഉടുമ്പന്നൂരിന്റെ പെരുമ നിലനിർത്തുന്നതിനായി നൂതന പദ്ധതിയുമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ സബ്സിഡിയോടുകൂടി ചെറുതേനീച്ച കൃഷി നടത്തുന്ന കർഷകരെ കോർത്തിണക്കി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുതേൻ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുകയാണ് പഞ്ചായത്ത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ വേദിയിലാണ് ഉടുമ്പന്നൂർ ഹണിയുടെ വിപണനോദ്ഘാടനം നടന്നത്. വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോക വിപണിയിൽ തന്നെ ഉടുമ്പന്നൂരിൻ്റെ നാമം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു കാൽവയ്പ്പിനാണ് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കർഷകരെല്ലാം കൂട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് 500ഓളം പെട്ടികളാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. അതല്ലാതെ സ്വതന്ത്രമായി കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം ഉണ്ട്. അവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. ആ കൂട്ടായ്മയുടെ പ്രവർത്തനം നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ആലിയ കുന്നേൽ ഹാലിദാണ് ആ കൂട്ടായ്മയുടെ കൺവീനർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനം അതിനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇതിങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെ നമ്മുടെ കൃഷി ജീവനക്കാർക്ക് മറ്റെല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി നമ്മൾ ആ രംഗത്തേക്ക് മുൻപോട്ട് പോവുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു തദ്ദേശ സ്ഥാപനം ഒരു പ്രോഡക്റ്റ് എന്ന ആശയത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതേനീച്ചയെ നമ്മൾ ബ്രാൻഡ് ചെയ്യുകയും അങ്ങനെ ഉടുമ്പന്നൂർ ഹണി എന്ന പേരിൽ ഒരു സംരംഭം ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്, വിപണിയിലെത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മാത്രമല്ല ഉടുമ്പന്നൂരിലെ 24,000-ഓളം വരുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു മുഹൂർത്തത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം 2 വർത്തമാന പത്രങ്ങൾ നമ്മുടെ ഈ ചെറുതേനീച്ച ഉടുമ്പന്നൂർ ഹണിയെക്കുറിച്ച് പ്രത്യേകമായി ഫീച്ചർ തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉടുമ്പന്നൂരിൻ്റെ നാമം ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ അടയാളപ്പെടുത്തുകയാണ്. ആ അടയാളപ്പെടുത്തൽ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾക്കോ കൃഷി ഓഫീസർക്കോ കൃഷി ഓഫീസിലെ ജീവനക്കാർക്കോ മാത്രമല്ല ഉടുമ്പന്നൂരിലെ മുഴുവൻ ആളുകളുടെയും ആത്മാഭിമാന ബോധത്തെ ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് ലോഞ്ച് ചെയ്യപ്പെട്ട് വിപണിയിലേക്ക് എത്തിക്കുന്നത്. 2021 പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോടെ തേനീച്ച വളർത്തലിൽ സൗജന്യ പരിശീലനവും നൽകുകയും ചെയ്തതോടെ സബ്സിഡിയോടെ ചെറുതേനീച്ച പെട്ടിയും നൽകിയിരുന്നു. കൂടാതെ സ്വന്തം നിലയിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. തേൻ ബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ചെറുതേനീച്ച കർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. തേനീച്ച കർഷകൻ ചീനിക്കുഴി ആലിയക്കുന്നിൽ AV ഖാലിദാണ് കൂട്ടായ്മ കൺവീനർ. ഉൽപ്പാദിപ്പിക്കുന്ന തേനിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് വിതരണം. തുടക്കത്തിൽ 400 ഗ്രാം ചില്ലുകുപ്പിയിൽ പാക്ക് ചെയ്താണ് വിപണനം നടത്തുക. തുടർന്ന് 250, 800 ഗ്രാം കുപ്പികളും വിപണിയിലെത്തിക്കും. ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതെന്നും ഔഷധമൂല്യവും ഗുണമേന്മയുള്ളതുമായ ശുദ്ധമായ ചെറുതേൻ ലഭ്യമാകുന്ന ഗ്രാമമായി ഉടുമ്പന്നൂരിനെ വളർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് പറഞ്ഞു. കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്നതോടെ കൂടുതൽ തേനീച്ച കർഷകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാനും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി ഓഫീസർ കെ അജിമോൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് റംല നന്ദിയും പറഞ്ഞു. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ശാന്തമ്മ ജോയി, സുലേഷ സലീം, കാർഷിക വികസന സമിതി അംഗങ്ങളായ PJ ഉലഹനാൻ, രാജു കൊന്നാനാൽ, ജിജി വാളിയംപ്ലാക്കൽ, PV ജോർജ് കുട്ടി, ബൈജു മുതുപാലക്കൽ, ഉടുമ്പന്നൂർ ഹണി കൺവീനർ AV ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം NJ മാമച്ചൻ കർഷകരെ പൊന്നാടി അണിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരവും ക്യാഷ് അവാർഡും പ്രസിഡന്റ് M ലതീഷ് കൈമാറി. മികച്ച യുവ കർഷകനായി ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. മൂലമറ്റം അക്വാട്ടിക് സെന്ററിൽ നിന്നും നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. അവാർഡ് നൈറ്റ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ത്രിവേണി സംഗമത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർക്ക് മൂലമറ്റം അക്വാട്ടിക് സെന്ററിന്റെ ജീവൻ രക്ഷാ പുരസ്കാരം നൽകി. സെന്റർ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് നിർവഹിച്ചു. വാർഡ് മെമ്പർ വിനീഷ് വിജയൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൽവിൻ ജോസ് അലക്സ്, കൺവീനർ സണ്ണി കൂട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ നീന്തൽക്കുളമാണ്. അവിടെ കുട്ടികളെ വന്ന് പ്രാപ്തരാക്കുന്നു. തീർച്ചയായിട്ടും വളർന്നു വരുന്ന നമ്മുടെ ഓരോ തലമുറയ്ക്കും ഇന്ന് ചെയ്യുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ചില മാതാപിതാക്കൾ ഇവിടെ വന്നു പോകുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഓരോരുത്തരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട
ഒരു ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ല വ്യായാമം കിട്ടുന്ന, നമ്മുടെ ശരീരത്തിന് നല്ല ആയാസം കിട്ടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നീന്തൽ. ഇങ്ങനെ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു അഡ്വക്കേറ്റാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊടിയുമായിട്ട് ഇന്ന് അങ്ങോട്ട് ഹൈറേഞ്ചിലേക്ക് യാത്രയുണ്ട്. തിരിച്ചവിടെ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചിവിടെ എത്തുമെന്നാണ് എന്നോട് ഇന്നലെ പറഞ്ഞത്. എന്തായാലും ഇന്ന് അറിയിക്കില്ല, വരില്ല എന്ന് അറിയിച്ചതിന് ശേഷമാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങുകയും ഇതിന്റെ ഉദ്ഘാടകനായി ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ പകരക്കാരനായി ഇന്നിവിടെ നിൽക്കേണ്ടി വന്നതായി സാധിച്ചു. ലയൺസ് ക്ലബ് ഓഫ് കരിമണ്ണൂർ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്നേഹഭവനം താക്കോൽദാനവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഫസ്റ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുമ്പങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മഞ്ഞാലി MJF സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് കരിമണ്ണൂർ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സ്നേഹഭവനം താക്കോൽദാനവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഫസ്റ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുമ്പങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഷാജി പി ലൂക്കോസ് ഫ്ളാഗ് ഓഫ് സല്യൂട്ടേഷൻ, സിജോ ജോസ് സ്വാഗതവും ജോഡി മാത്യു ആമുഖ അവതരണവും നടത്തി. MC ചെയർപേഴ്സൺ രാജൻ എൻ നമ്പൂതിരി ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു. ക്ലബിന്റെ അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റ് റിൻഡോ ചാണ്ടി പ്രസിഡന്റായും ജോയി സെക്രട്ടറിയായും മാത്യു വരിക്കാശ്ശേരി ട്രഷററായും സിജോ ജോസ്, ജോഡി മാത്യു എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ജിജി അഗസ്റ്റിൻ ജോയിന്റ് സെക്രട്ടറിയായും രഞ്ജിത്ത് മാനുവൽ, തോമസ് ഡൊമിനിക്, ജോൺ പോൾ, ബേബിച്ചൻ കുര്യൻ, ജിജോ ടോം, ജോർജ് ഡൊമിനിക്, സക്കറിയ മാത്യു ഓഫീസ് ബെയറേഴ്സായും ജോർജ് മാരാം കണ്ടത്തിൽ, അനിൽകുമാർ, രഞ്ജു സി കൊങ്ങമല, സോയി പീറ്റർ, സാം പി ജോൺ, അഡ്വക്കേറ്റ് ഷാജി പി ലൂക്കോസ്, സിനോജ് കെ ഫ്രാൻസിസ് എന്നിവർ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സും ആയ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ചടങ്ങിൽ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മഞ്ഞാലി സ്വപ്നഭവനം പദ്ധതിയുടെ താക്കോൽദാനവും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. റീജിയൻ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ, സോൺ ചെയർപേഴ്സൺ ഡോക്ടർ പ്രേംകുമാർ കാവാലം, അനിൽകുമാർ CC, അഡ്വക്കേറ്റ് ജോസ് മാഞ്ഞാലി എന്നിവർ ആശംസയും സെക്രട്ടറി ബെറ്റ്സൺ ജോയ് കൃതജ്ഞതയും അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും വിശിഷ്ടാതിഥികൾക്കുള്ള മൊമെന്റ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് സെബാനോ സൂപ്പർ മാർക്കറ്റ് മൂലമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ കുര്യൻ കാലായിൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും പിണങ്ങാട്ട് ലിസമ്മ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് സെബാനോ സൂപ്പർ മാർക്കറ്റ് മൂലമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും സെബാനോയിൽ ഒരുക്കിയിട്ടുണ്ട്. സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ കുര്യൻ കാലായിൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും പിണക്കാട്ട് ലിസമ്മ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, ഉഷ ഗോപിനാഥ്, സിനി സുമോൻ, ടോമി നാട്ടുനിലം, ശശി കടപ്പളാക്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജി കുന്നത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മൂലമറ്റത്ത് ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് അനിവാര്യമാണെന്ന് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ നോക്കി. സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും വിലക്കുറവുള്ള സാധനങ്ങളുമാണ്. തീർച്ചയായിട്ടും തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് സമയലാഭവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കാരണം സാധാരണക്കാരായ ജനങ്ങളും ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ നമുക്ക് മത്സ്യമാംസാദികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ ഇന്ന് ഇവിടെ ഈ ഓപ്പൺ ചെയ്ത കടയിലൂടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ മൂലമറ്റത്തിനും നമ്മളുടെ അറക്കുളം പ്രദേശത്തിനും നമ്മുടെ പഞ്ചായത്തിനും എന്നും നല്ലൊരു മാതൃകാപരമായ രീതിയിലുള്ള ഒരു കച്ചവടം നടത്തി സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനം മാറട്ടെ. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാസത്തിന് അനിവാര്യമായ ഒരു സംരംഭമാണ് നമ്മുടെ അനീഷ് ആരംഭിച്ചിട്ടുള്ളത്. വ്യാപാര രംഗത്ത് ഒരു പുതിയ മുന്നേറ്റം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇതുവഴി ഉണ്ടാകും. കിഡ്സ് ടോയ്സ്,
ലേഡീസ് ഐറ്റംസ്, സ്റ്റേഷനറി, നിത്യോപയോഗ സാധനങ്ങൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി തുടങ്ങി എല്ലാവിധ സാധനങ്ങളും സെബാനോ സൂപ്പർ മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും സമാന്തര പാതയിലൂടെ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയ 5 അംഗ സംഘം പിടിയിൽ. ഇടുക്കി രാമക്കൽമേട്ടിൽ നിന്നുമാണ് യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കലിൽ നിന്ന് 4 കിലോ കഞ്ചാവും കണ്ടെടുത്തു. അടിമാലി വാളറ സ്വദേശികളായ കുരുവിപ്പുറത്ത് അനന്തു ഷാജി, ചെങ്ങഴശ്ശേരി അമൽ, കൊല്ലംപറമ്പിൽ അഖിൽ, ചൂരക്കാട്ടിൽ സൂരജ്, പെരുമ്പാവൂർ സ്വദേശി നെല്ലംകുഴിയിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. പുലർച്ചെ 4 മണിയോടെ നെടുങ്കണ്ടം പോലീസ് രാമക്കൽമേട്ടിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ യുവാക്കളെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ 2 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിൽ 4 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെയും ഓണത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രത്യേക നിരീക്ഷണമായി ഇന്ന് വെളുപ്പിന് 3 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പട്രോളിംഗ് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു ഏകദേശം 4 മണിയോടുകൂടി രാമക്കൽമേട് ഭാഗത്ത് ഒരു കാർ കിടക്കുന്നത്, അതിനുള്ളിൽ 5 പേർ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ
ചോദിച്ചപ്പോൾ അവരുടെ പരിങ്ങൽ കണ്ട് സംശയം തോന്നിയപ്പോഴാണ് ഈ വണ്ടിയിലെ പുറകിൽ ഒരു ബാഗ് കണ്ടത്. ബാഗ് വെച്ച് വേഗത്ത് പൊതിഞ്ഞ് കവറിനകത്താക്കി പൊതിഞ്ഞ 2 പാക്കറ്റ് കണ്ടു. എൻ്റെ ചോദിച്ചത് അവർ പറഞ്ഞു കഞ്ചാവാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണെന്നും പറഞ്ഞു. അങ്ങനെ കമ്പംമെട്ട് ഇൻസ്പെക്ടറെ വിളിച്ച് അദ്ദേഹം സാന്നിധ്യത്തിൽ ദേഹപരിശോധന നടത്തി. ഈ വാഹനവും അതുപോലെ തന്നെ പിടിച്ചത് കഞ്ചാവുമായിട്ട് സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷനിൽ വന്ന്. തമിഴ്നാട്ടിൽ നിന്നും രാമക്കൽമേട്ടിലേക്കുള്ള സമാന്തര പാതയിലൂടെ കാൽനടയായിയാണ് യുവാക്കൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ടൂറിസം മേഖലയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ചത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 60 ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി. കരയോഗം വനിതാ സമാജം നേതൃത്വം കൊടുത്ത രാമായണ പാരായണം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640 ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി. കരയോഗം വനിതാ സമാജം നേതൃത്വം കൊടുത്ത രാമായണ പാരായണം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ മാസാചരണം താലൂക്കിലെ എല്ലാ കരയോഗങ്ങളിലും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തൊടുപുഴ ടൗൺ കരയോഗത്തിൽ ഇപ്പോൾ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഇരുട്ടിനെ നീക്കി മനസ്സിലേക്ക് കൂടുതൽ പ്രകാശം നൽകി നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കുകയും ആധ്യാത്മികമായ തലത്തിൽ മനസ്സിനെ ഉണർത്തുകയും ചെയ്യുന്ന രാമായണം ഭാരതത്തിലെ ഏറ്റവും പഴയ ഇതിഹാസങ്ങളിലൊന്നാണ്. കരയോഗം പ്രസിഡന്റ് JNR, സെക്രട്ടറി TK സുധാകരൻ നായർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ശിവരാമൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി നായർ, മധുസൂദനൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ, സെക്രട്ടറി ജയശ്രീ രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ദീപ ജയകുമാർ, ജോയിന്റ് സെക്രട്ടറി ബിനു സുരേഷ്, ട്രഷറർ ജയലക്ഷ്മി, കമ്മിറ്റി അംഗങ്ങളായ ദിവ്യചന്ദ്രൻ, ശ്യാമള ദേവി, ഗിരിജ ബാബു, സ്വാശ്രയ സംഘം പ്രസിഡന്റ് ഗിരിജ ശശി എന്നിവരടക്കം 70ഓളം കരയോഗ കുടുംബാംഗങ്ങൾ രാവിലെ മുതൽ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. വർണ്ണക്കൂടാരം മാതൃകാ പ്രീ പ്രൈമറി പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പ്രീ പ്രൈമറി കുട്ടികളിൽ ബഹുമുഖ ബുദ്ധിയുടെ വികാസവും ശാരീരിക മാനസിക വളർച്ച ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വർണ്ണക്കൂടാരം. മാതൃകാ പ്രീ പ്രൈമറി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ നിർവഹിച്ചു. പ്രീ പ്രൈമറി കുട്ടികളിൽ ബഹുമുഖ ബുദ്ധിയുടെ വികാസവും ശാരീരിക മാനസിക വളർച്ചയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വർണ്ണക്കൂടാരം പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ ആരംഭിക്കുന്ന വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരള 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയിൽ കുട്ടികൾക്കായി അകം പുറം കളിയിടങ്ങൾ, ഭാഷ, ഗണിതം, ശാസ്ത്രം, നിർമ്മാണം, അഭിനയം തുടങ്ങി 13ഓളം ഇടങ്ങളാണ് വിദ്യാലയത്തിൽ ക്രമീകരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെജി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. BPC ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് സഫീന A, BRC ട്രെയിനർമാരായ ജിനു ജോർജ്, നിധി ചെല്ലപ്പൻ, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE, റൂബി MI, ജമീല KM, നൌഫൽ KM എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ സ്കൂളുകളിലും വർണ്ണക്കൂടാരം സ്ഥാപിക്കാമെന്ന് നിർബന്ധിതമായി പറഞ്ഞുകൊണ്ടും പല സ്കൂളുകളിലും നിർമ്മാണം കഴിഞ്ഞ് പ്രവർത്തനമായി. ഇതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തെ കൂടി വളർത്തിക്കൊണ്ടുവരിക. പഠനത്തോടൊപ്പം പഠനത്തെക്കാൾ ഉപരിയായിട്ട് മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത്. കാരണം അവർക്ക് ഗണിതത്തിൻ്റെ കലാ സാംസ്കാരികത്തിൻ്റെ ഓരോ പാർട്ടായിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള ഓരോ ടെക്നിക്സാണ് വരുന്നത്. കോതമംഗലം ബ്ലോക്കിലെ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, വിവിധ സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ, വിവിധ ക്ഷീരസംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാഘോഷ ഉദ്ഘാടനവും കേരഗ്രാമം പദ്ധതി ആനുകൂല്യ വിതരണ ഉദ്ഘാടനവും ആന്റണി ജോൺ MLA നിർവഹിച്ചു.
കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, വിവിധ സഹകരണ സംഘങ്ങൾ, ദേശസാൽകൃത ബാങ്കുകൾ, വിവിധ കാർഷിക സമിതികൾ, കാർഷിക വികസന സമിതി, കുടുംബശ്രീ, വിവിധ ക്ഷീരസംഘങ്ങൾ, വിദ്യാഭ്യാസ ഇതര സ്ഥാപനങ്ങൾ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് LP സ്കൂൾ കോട്ടപ്പടി നോർത്ത് അങ്കണത്തിൽ വെച്ച് കർഷക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കർഷക ദിനാഘോഷ ഉദ്ഘാടനവും കേരഗ്രാമം പദ്ധതി ആനുകൂല്യ വിതരണ ഉദ്ഘാടനവും ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശ അജിൻ, അനു വിജയനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജി സജീവ്, സണ്ണി വർഗീസ്, സാറാമ ജോൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷിജി ചന്ദ്രൻ, സന്തോഷ് അയ്യപ്പൻ, ഷൈമോൾ ബേബി, നിതിൻ മോഹനൻ, റംല മുഹമ്മദ്, അമൽ വിശ്വം, ശ്രീജ സന്തോഷ്, അഡ്വക്കേറ്റ് ബിജി പി ഐസക്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജോസ് ചോലിക്കര, KS സുബൈർ, പ്രൈമറി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് D കോര, CDS ചെയർപേഴ്സൺ ഓമന രമേശ്, പഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ, കോട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിത്യ R നായർ, കാർഷിക വികസന സമിതി അംഗങ്ങളായ വിജയപ്പൻ നായർ, ശശി KN, വേണു MK, മക്കാർ AS, എൽദോസ് KK, ഡൊമിനിക് MK, ബേബി അഗസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൃഷി ഓഫീസർ ജിജി ജോബ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് നിഷാദ് KK കൃതജ്ഞതയും രേഖപ്പെടുത്തി. കർഷക ദിന ആഘോഷത്തോടനുബന്ധിച്ച് കർഷക ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയം തൊട്ടറിയാമെന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൃഷിയുടെ മഹത്വം അറിയിച്ച് കർഷക ദിനം ആചരിച്ചു. വിവിധയിടങ്ങളിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നെടുങ്കണ്ടത്ത് റോഡിന്റെ സമീപത്തേക്ക് കൂറ്റൻ പാറ ഉരുണ്ടു വീണു. റോഡരികിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ പറ്റി. സംസ്ഥാന പാതയിൽ B.Ed കോളേജിന് സമീപമാണ് സംഭവം. ഒഴിവായത് വൻ ദുരന്തം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ഞെന്ന നോവൽ MD വാസുദേവൻ നായരുടെ ഭാവകാവ്യം എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മൂലമറ്റം അക്വാട്ടിക് സെന്ററിൽ നിന്നും നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പരിപാടിയിൽ ത്രിവേണി സംഗമത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർക്ക് മൂലമറ്റം അക്വാട്ടിക് സെന്ററിന്റെ ജീവൻ രക്ഷാ പുരസ്കാരം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.